ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ്. ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ സ്റ്റാഫിന് എല്ലാ ക്രിസ്മസിനും ലഞ്ചുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും മമ്മി ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ടേക്ക് തന്നു വിടുകയും ചെയ്യും. റൂത്ത് ഫുഡ്സ് എന്നാണ് കേട്ടോ ഫുഡ് എടുക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ അങ്കിളിന് വന്ന് എടുക്കാനായിട്ട് എളുപ്പത്തിന് ഇവിടെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബാക്കി വരുന്നതും പാത്രങ്ങളടക്കം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോരും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട് താമസിച്ച് എണീക്കാനും പറ്റത്തില്ല. കാരണം ഇന്ന് സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ സെലിബ്രേഷന് നമുക്ക് പുൽക്കൂടിൻ്റെ എൻ്റെ ടാബിലോടെ കുട്ടികളൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടല്ലോ പ്രാക്ടീസിനൊക്കെ. അവരെയൊക്കെ മാതാവും സെയിൻറ്റ് ജോസഫും ആട്ടിടയന്മാരും പിന്നെ 3 കിങ്സ് ഇവരെയൊക്കെ ഒരുക്കി എടുക്കണമല്ലോ. എല്ലാവരോടും ഡ്രസ്സുമായിട്ട് സ്കൂളിലേക്ക് വരാനേ പറഞ്ഞിട്ടുള്ളൂ. അധികം ബ്രൈറ്റ് അല്ലാത്ത വലിയ പോസ്റ്റ് തോന്നിക്കാത്ത അമ്മമാരുടെ ചുരിദാറിൻ്റെ ടോപ്സൊക്കെയാണ് കൊണ്ടുവരാൻ പറയുന്നത്, പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് നേരെ നമ്മൾ തിരിച്ചിട്ടാൽ ബാക്കിലെ ഡിസൈനൊന്നും കാണത്തില്ല. അതാണ് നമ്മുടെ ആട്ടിടയന്മാരുടെയൊക്കെ ഡ്രസ്സ്. പിന്നെ ഇവർക്കൊക്കെ താടിയും മീശയൊക്കെ വരയ്ക്കണമല്ലോ. ആൻമരിയാണ് മാതാവ്. പിന്നെ ആ സൈഡിലേക്ക് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ചേച്ചി നല്ലപോലെ ഒരുക്കി സ്കൂളിലേക്ക് വിട്ടോളും. മാതാവ് വെൽ ഡ്രസ്ഡ് ആയിട്ട് സ്കൂളിൽ വരും. പിന്നെ അത് കഴിഞ്ഞ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുമായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഡാൻസിനുള്ള ആൾക്കാരുടെ ചെറിയ രീതിയിലുള്ള ടച്ചപ്പും പരിപാടികളും ഒക്കെ കഴിഞ്ഞാൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതെല്ലാവരും 9:30 തന്നെ കഴിയണം. പിന്നെ എല്ലാവരെയും അസംബ്ലിക്കൊക്കെ നിർത്തി പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് വേണം തുടങ്ങാനായിട്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. നേരത്തെ ഇന്ന് സ്കൂളിലേക്ക് പോവുകയും വേണം. അതിനു മുമ്പ് 2 ഫോട്ടോയും ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പാസ്തയുടെ പരിപാടികളങ്ങ് തുടങ്ങാം. കാപ്പിക്കുള്ള വെള്ളം കെറ്റിലിൽ വെച്ചിട്ട് ഞാൻ ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി ഒക്കെ എടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഒരു 3 എഗ്ഗ് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മയണൈസ് ഉണ്ടാക്കാനും 2 പാസ്ത ഉണ്ടാക്കാനുമായിട്ടാണ് സാധാരണ ഞാൻ അങ്ങനെ എടുത്ത് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ മറന്നുപോയി. മയണൈസ് ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ BBQ ചെയ്ത ദിവസം ചെയ്ത മയണൈസ് ഞാനൊരു ചേച്ചി എനിക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാണ് തന്നു വിട്ടത്. ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് മയണൈസ് ആണെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ 2 വീക്സ് വരെ ഫ്രീസറിൽ മയണൈസ് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഇതേ ക്ലീൻ ചെയ്തെടുത്ത സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. കെറ്റിലെ വെള്ളം ഏകദേശം തിളച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് പാസ്ത കുക്കറിൽ ഇട്ടിട്ടില്ല എന്ന്. പാസ്ത വേവണമല്ലോ. പാസ്ത കുക്കറിലിട്ടാൽ ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മതി വേകാനായിട്ട്. അല്ലാണ്ടിട്ട് തിളപ്പിക്കുന്നതിനേക്കാളും പെട്ടെന്നാവുകയും ചെയ്യും. ഉണ്ടായിരുന്ന പാസ്ത മുഴുവൻ ഞാൻ ആ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇങ്ങനെ ചിന്തിച്ചാണ് ഇട്ടത്. പിന്നെ വിചാരിച്ചു ബാക്കി ഇരുന്നാൽ വൈകുന്നേരത്ത് കുക്കൂനോ ആലനോ ഒക്കെ കൊടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഉള്ളത് മൊത്തം അങ്ങ് തട്ടിയിട്ടു. മാറ്റി വെക്കാനായിട്ട് വെച്ചാൽ ഒരു ഇത്തിരിയേ ഉള്ളൂ, ഒരു നേരത്തേക്കുള്ളത് ഇല്ല. പാസ്ത നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ലേശം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നമുക്കിനി ഇത് അടച്ച് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. പാസ്ത വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ അരിഞ്ഞും കൂടെ വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കാപ്പി കുടിക്കാം. ഇപ്പോൾ ഈ കാക്കയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നത് ഞാനിതിൻ്റെ ഓഡിയോ ആഡ് ചെയ്യുന്നത് ഫ്രൈഡേ മോർണിംഗ് ആണ് കേട്ടോ. ഫ്രൈഡേ പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇന്നലെ പോസ്റ്റ് ചെയ്ത 2 ഷോർട്സും നല്ല രീതിയിൽ തേഞ്ഞതുകൊണ്ട് ഞാൻ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ വിചാരിച്ചു ഇതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം. ഗാലറി എംപ്റ്റി ചെയ്യണം. മെമ്മറി എന്ന പുതിയ ഫോണല്ലേ, മെമ്മറിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. എന്നാലും നാളെ നമ്മുടെ ആദ്യ കുർബാനയാണ്. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ എനിക്ക് എടുക്കണം എന്നുണ്ട്, ഡാരലിൻ്റെയും ഡെല്ലയുടെ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തങ്ങ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടമൊക്കെ ക്ലീൻ ചെയ്തിടാം. ഞാൻ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ എപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. കാരണം പിന്നീട് എനിക്ക് കൺഫ്യൂഷൻ ആവും എന്താണ് പോസ്റ്റ് ചെയ്തത് എന്താണ് പോസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത്. കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ചിരിക്കുന്നത് വാൾപേപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്ത് മാറ്റി വെക്കുന്നത്. ഇതിൽ ചൂടൊക്കെ വെക്കാമെന്നാണ്, എന്നാലും അധികം ചൂട് അവിടെ ഇരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് എടുത്ത് മാറ്റുന്നത്. ബിലായിന്ന് വന്ന ബാബു അങ്കിളിന് ഇതുവരെ തിരിച്ചുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല കേട്ടോ. 17th അങ്കിൾ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് 16th വൈകുന്നേരം തന്നെ പവിഴൻ ഒരു സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ അങ്ങ് അറേഞ്ച് ചെയ്തത്. അന്ന് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ മറന്നുപോയി. ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്ന് പാട്ടും പാടിയൊക്കെ അങ്ങനെ അങ്ങ് ഇരുന്നു. ആ ഒരു സംഭവമേ ഓർത്തിട്ടില്ല. ഇതിപ്പോൾ ഫാമിലി ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന് കടലിൽ കുളിക്കാനായിട്ട് എല്ലാവരും വരും. അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തിട്ട് ന്യൂ ഇയറിന് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ വൈകി പോയില്ലേ. കോഫി റെഡിയായി. അലനുള്ള കോഫി മാറ്റി വെച്ചിട്ടുണ്ട്. പിള്ളേർക്കുള്ള പാലമ്മ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതും തണുത്തിരിക്കുകയാണ്. എല്ലാം ഇങ്ങോട്ടേക്ക് ഒഴിച്ച് വെക്കണം. കോഫി മാറ്റി വെച്ചിട്ട് എൻ്റെ കോഫി എടുത്ത് കുടിക്കാൻ നോക്കിയപ്പോൾ നല്ല ചൂട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് തീർത്തിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കോഫി കുടിക്കാമെന്ന്. ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഈ കടലേക്കുള്ളിയാണ് കേട്ടോ. ഒരു 10-11 മണിയാകുമ്പോൾ ജോലികളൊക്കെ ഒതുക്കിയിട്ട് ലൈഫ് ജാക്കറ്റും സിസിജിന്ന് കുറച്ച് ജാക്കറ്റ്സ് ഇവിടാലും കൊണ്ട് വെക്കും. പിള്ളേരെയൊക്കെ അതൊക്കെ ഇടിയിച്ചിട്ട് നേരെ കടലിലേക്ക്. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ ക്രിസ്മസിൻ്റെ ലോങ് വീഡിയോയിൽ. അനീചാച്ചനോട് വള്ളം കൊണ്ടുവരണമെന്നൊക്കെ ചട്ടം കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി കാണുമ്പോൾ നല്ല അപേക്ഷിച്ച സാധനം ഇങ്ങ് എത്തിക്കണം. അതൊക്കെ അരിഞ്ഞ് മാറ്റി ഇനി കോഫി ആവാം.
ഞാൻ കാപ്പിയായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് ദേ അവിടെ ഒരു സെറ്റ് ഇരുന്ന് രാവിലത്തെ കട്ടൻ ചായ കുടിക്കുന്നു. പവിഴനും ഉണ്ട്. ഞാൻ പവിഴനോട് ഊരും കുടിയൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നതാട്ടോ അത്. ഞാനിപ്പോൾ എപ്പോൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാലും ആളവിടെ കാണും. ബാബുങ്ങൾ അവിടെ ഒറ്റയ്ക്കല്ലേ. കൊച്ചുവപ്പം മലയ്ക്ക് പോയിരിക്കുക. കമ്പനിക്കായിട്ട് അനിയച്ചാച്ചനും പവിഴവും ഇങ്ങനെ മാറി മാറി എത്തുന്നുണ്ട്. കൊച്ചുവപ്പം എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. കഴിഞ്ഞ തവണ മറ്റോ കൊറോണയുടെ ടൈമിലും പോയില്ല, പിന്നെ ആക്സിഡൻ്റ് ആയി കിടന്നപ്പോഴും പോയില്ല. ഇപ്പോൾ കാലിൽ സ്റ്റീൽ റോഡൊക്കെ കിടപ്പുണ്ട്. നല്ല ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും മുടക്കില്ല. അവിടെ ബുള്ളറ്റ് മേടിച്ചപ്പോൾ നമ്മുടെ ഇരേപുരം മാർക്കറ്റിൻ്റെ അടുത്തൂടെ കൊച്ചുവപ്പം ഒന്ന് പോയതാണ് ബുള്ളറ്റിൽ. ഒരു ബസ് സൈഡൊന്നും കൊടുക്കാതെ ഇങ്ങനെ വന്നങ്ങ് ഇടിച്ച് താഴെ ഇട്ടതാണ്. CCTV ഫൂട്ടേജിൽ ബസ്സിൻ്റെ സൈഡിലായിട്ട് ആ റോഡ് ബാർ വന്ന് തട്ടിയിട്ടാണ് ആൾ താഴെ വീണത്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ആ റോഡ് ബാറിൻ്റെ ഇടയിലേക്ക് കാല് ഒന്ന് കുരുങ്ങുകയും ചെയ്തു. മെഡിസിറ്റിയിലായിരുന്നു സർജറിയൊക്കെ. അങ്ങനെ ആ ഒരു വർഷം പെരുന്നാളും ക്രിസ്മസും ഒക്കെ കൊച്ചുവപ്പം ബെഡിൽ തന്നെയായിരുന്നു. കാലിൽ പിന്നെ ഒരു ഇവിടുത്തെ കാവൽപ്പുര മേൽപ്പാലം പണി നടക്കുന്നില്ലേ, അതുമാതിരി ഒരു പാലം കെട്ടിവെച്ചിരിക്കുന്ന പോലെയായിരുന്നു. മൊത്തം കമ്പിയും സാധനങ്ങളും ഒക്കെ ആയിട്ട്. മലയ്ക്ക് പോകുന്നത് പ്രമാണിച്ച് വെള്ളമടി നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ബർത്ത്ഡേ പാർട്ടിക്കോ അന്ന് രാത്രി, അന്ന് കൊച്ചുവപ്പം ഇല്ലായിരുന്നു, ആലപ്പുഴ പോയേക്കുമായിരുന്നു. അതിനുശേഷം ഒന്നും നടന്ന പാർട്ടികളിൽ കൊച്ചുവപ്പം അത്ര സജീവമായിട്ടില്ലാതിരുന്നത്. പവഴൻ്റെ വീട്ടിലും കൊച്ചുവപ്പം വന്നിരുന്നു കേട്ടോ. ഡിന്നർ കഴിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. തിരിച്ച് വരും, പൂർവാധികം ശക്തിയോടെ മടങ്ങി വരും. പാസ്ത ഉണ്ടാക്കാനായിട്ട് നല്ല വീതിയുള്ളൊരു പാൻ എടുത്ത് അതിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞതിട്ട് പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയും ആവശ്യത്തിന് ഉപ്പ് വിട്ട് അതൊന്ന് ഗോൾഡൻ കളർ ആകുന്ന സമയം വരെ നന്നായിട്ട് വഴറ്റിയാൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ലേശം കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. വേറെ പൊടികളൊന്നും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നില്ല. പൊടികൾ ആഡ് ചെയ്യുന്ന സമയം തൊട്ട് സോസ് ഒഴിക്കുന്ന സമയം വരെ മാത്രം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ബാക്കി എല്ലാ സമയത്തും ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പൊടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് അങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല രീതിയിൽ കളർ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് സോയാ സോസ് കുറച്ച് ഒരടപ്പ് കുറച്ചധികം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ 2 എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ഈ സോസ് ഇടുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ എഗ്ഗ് ചിക്കി മാറുന്നത് നമുക്ക് കുറയ്ക്കാം. അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ ചിക്കി മാറും, പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ ഇതിൽ പാസ്ത ആഡ് ചെയ്യുകയും വേണം. ഇതൊരു പ്യൂരേ പരുവത്തിലാവുമ്പോൾ, ഒരു കുറുക്ക് പരുവത്തിലാവുമ്പോഴത്തേക്ക് പാസ്ത നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പച്ചവെള്ളത്തിനടുത്ത് വെച്ചിട്ട് താഴെ വെച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ കളയണം കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞൊട്ടും. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് ഇത് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന മയണൈസ് എടുക്കാം. പാസ്ത ചെയ്യാൻ തുടങ്ങുമ്പോൾ മയണൈസ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചാൽ മതി. മയണൈസ് അങ്ങനെ ഫ്രോസ് ആവില്ല, പക്ഷേ ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ടാണ് ആ ഒരു ലംബ് വന്ന് വീണത്. അതിപ്പോൾ തന്നെ അലിയും. മയണൈസ് ഇങ്ങനെ ഐസ് കട്ട പോലെ ആവത്തില്ല നമ്മൾ ഫ്രീസറിൽ വെച്ചാലും. ആവശ്യത്തിന് പാസ്തയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് മയണൈസും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യണം. മയണൈസ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്യണം. മയണൈസിലുള്ളതും എഗ്ഗും സൺഫ്ലവർ ഓയിലും ഒക്കെ ആയതുകൊണ്ട് അതും വെന്ത് കഴിഞ്ഞാൽ മുട്ട ചിക്കിയ പരുവത്തിലേക്ക് മാറും. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ആ ഒരു ചോപ്പിംഗ് ബോർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ സോസൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ചോപ്പിംഗ് ബോർഡും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണൊന്ന് നന്നായിട്ട് വൃത്തിയാക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുക്കു സാർ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ ഒരുപാട് നേരമായി. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഷോർട്സിൽ, വാട്ട് ഐ ഈറ്റ് ഷോർട്സിൽ നമ്മൾ കടപ്പുറത്ത് കുറേ നേരം ഇരുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വിളിക്കണ്ട, ഞാനങ്ങ് പോയിക്കോ, ആലൻ സ്കൂളിലേക്ക് എത്തിച്ചേക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ പോയി വിളിച്ചു കേട്ടോ. ഒരു 8:45 കഴിഞ്ഞപ്പോൾ ഞാൻ പോയി വിളിച്ചു. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തിയാൽ മതി. പ്രോഗ്രാം 10 മണിക്കാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 9 മണിക്ക് ഇവിടുന്ന് വിട്ടാൽ 9:05 സ്കൂളിലെത്തും. അത്രയും സമയം വേണം സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. ടീച്ചേഴ്സൊക്കെ എത്തുന്നവരായിട്ട് തോരണവും ബലൂണും ഒക്കെ തൂക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുൽത്തൈലം അങ്ങ് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു പയ്യൻ വന്നിട്ട് ഒരു 3 പ്രോഡക്റ്റും കൂടെ എനിക്ക് വിൽക്കാനുണ്ട്, അതൊന്ന് വാങ്ങണമെന്നും പറഞ്ഞിട്ട് ഒരു ഡിഷ് വാഷറല്ല, തുണി കഴുകുന്ന ഒരു ലിക്വിഡും സ്റ്റിഫ് ആൻഡ് ഷൈനും ഡിറ്റർജൻറ്റും കൂടെ ചേർന്നത് രണ്ടും, അത് ഒന്നിട്ടാൽ മതി അത്ര രണ്ടിൻ്റെയും യൂസിന്. പിന്നെ ഒരു ബോട്ടിൽ പുൽത്തൈലവും പിന്നെ ഓഡോണിലിൻ്റെ ഒരു 3 എണ്ണമുള്ള ഒരു കോംബോ പാക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് 3 ഞാൻ മേടിച്ചു. എന്നിട്ട് ഇന്നലെ തന്നെ നമ്മുടെ 2 ഹാൻഡ് വാഷ് കുപ്പിയിലും മിക്സൊക്കെ ചെയ്ത് വെച്ചു. നിലു സുസു വെച്ചാലും വീട്ടിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ അവൻ അപ്പിയൊക്കെ ഇടും കേട്ടോ. അവിടെയൊക്കെ ഇടാനായിട്ടും പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് 2 കുപ്പിയാണ് വെച്ചേക്കുന്നത്, 2 ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽസ്. അങ്ങനെ പുൽത്തൈലം, ഡെറ്റോള്, വെള്ളം ആണ് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച്, അതായത് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച് സൊല്യൂഷൻ. ഈച്ച വരില്ല എന്ന വിശ്വാസത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ സ്കൂളിലേക്ക്.
അല്ലേ ഫ്രണ്ട്സോട്ടൊക്കെ കളിക്കും, സ്വന്തക്കാരും ബന്ധക്കാരെയൊക്കെ വീട്ടിൽ പോകുന്നു. സ്പീച്ചസ് പറയാനായിട്ട് ഒരു സെറ്റ് ആൾക്കാരുണ്ടായിരുന്നു. ആദ്യം വിളിച്ച ആൾക്ക് പക്ഷേ പെട്ടെന്ന് ഒരു സ്റ്റേജ് ഫിയർ പോലെ ആയിപ്പോയി. അങ്ങനെ പിന്നെ ഞാനും കൂടെ നിന്നങ്ങ് പറയിച്ചു, ശിവാനിയുടെ കൂടെ നിന്നിട്ട്. പിന്നെ ഓരോരുത്തരുടെ ഡാൻസ് പ്രോഗ്രാം, ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റേത്, പിന്നെ കുക്കു സാറിൻ്റേത്. കുക്കുദയ ബെഞ്ചിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുൽക്കൂടും മാലാഖമാർ ഇതേ പുറകിൽ ബെഞ്ചിൻ്റെ മേളിലുണ്ട്, ബാക്കി ഡാൻസേഴ്സും. രാവിലത്തെ പ്രെയർ കഴിഞ്ഞിട്ട് ഡാഡിയുടെ ഒരു ക്രിസ്മസ് മെസ്സേജും കൂടെ കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡിൻ്റെ പാട്ടും ഫോർത്ത് സ്റ്റാൻഡേർഡ് ഗേൾസിൻ്റെ ഡാൻസും പിന്നെ നമ്മുടെ വൈൻഡപ്പ് ഗബ്രിയേലിൻ്റെ ദർശന ആ ഡാൻസും. ഇതിൻ്റെയൊക്കെ മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് വീഴുന്നുള്ളതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു പരിപാടിക്ക് തൊട്ട് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, ബാക്കി എല്ലാവരും കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്, നിങ്ങളങ്ങ് തകർത്തോണമെന്ന്. അവസാനം കുറച്ച് നേരം അവർക്കായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഇടാനായിട്ട് മ്യൂസിക് ഇട്ട് കൊടുത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് കഴിച്ചു. അപ്പോഴേക്ക് ആലൻ ബുക്കും ഒക്കെ ആയിട്ട് എത്തി. നിലുവിന് ഇന്ന് വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അപ്പുറത്തെ അംഗൻവാടിയിൽ പോയി അതൊക്കെ കൊടുത്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് നിലുവിനെ ആലൻ്റെ കൂടെ പറഞ്ഞു വിടാൻ ഞാൻ ശ്രമിച്ചതാണ്. അപ്പോഴേക്കും അവനെ നാന കണ്ടു, മമ്മി കണ്ടു. നാനാന്ന് വിളിച്ചിട്ട് മമ്മിയുടെ കൂടെ പോയി. സ്കൂളിൽ പിള്ളേരൊക്കെ ആ സമയത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, 2-3 പേരെ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിനുള്ള സ്റ്റാഫിന് ലഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ലഞ്ച് കഴിച്ചതിൻ്റെ കൂട്ടത്തിൽ അവനും പ്ലേറ്റ് വെച്ച് കഴിക്കണമെന്നും പറഞ്ഞിട്ട് സിബിയുടെ കൂടെ പോയി ഇരുന്നു. എല്ലാവർക്കും വീട്ടിലേക്കുള്ള ആദ്യത്തെ പ്ലം കേക്കും പിന്നെ ക്രിസ്മസ് ബോണസും ഒക്കെ കിട്ടിയതിൻ്റെ ചിരിയാണ് ഈ കാണുന്നത്. മെറി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങ് ലഞ്ച് എടുത്തു കേട്ടോ. വാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഡ്രൈവറെങ്കിലും മെർലിൻ ചേച്ചിയും വന്നിട്ട് കഴിക്കാനായിട്ട് മമ്മീൻ്റെ ആടെയും വെയിറ്റ് ചെയ്തു. ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആദ്യ കുർബാനയോടനുബന്ധിച്ച് ഗവൺമെൻറ്റിനുള്ള കാശൊക്കെ കൊടുക്കാനായിട്ട് ജാക്കി അലനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു വന്നു. ആ കാറിലേക്ക് നമ്മുടെ ഫുഡിൻ്റെ ബാക്കിയൊക്കെ ഞങ്ങളെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ഓരോ ചെറിയ ഡിഷിലേക്ക് ഇതൊക്കെ മാറ്റിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ. അങ്കിള് വീട്ടിൽ വന്ന് എടുത്തു. ഡാഡയുടെ കാറ് രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായില്ല എന്ന്. പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് സാധാരണ വീട്ടിലെ ട്രീ ആണ് എടുക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ അതൊക്കെ സെറ്റ് ചെയ്തതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ. അതൊക്കെ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് പിന്നെ ചേച്ചിയുടെ കാറിലാണ് അവർ വന്നത്. ചേച്ചിയും ചേട്ടനും ഒക്കെ ഒരാഴ്ചയായിട്ട് അറിയിപ്പും അറേഞ്ചിങ്ങും ഒക്കെ ആയിട്ട് ബിസി ആട്ടോ. ചേച്ചി ലാസ്റ്റ് വീക്ക് ലീവും എടുത്തായിരുന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ വണ്ടി ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം സ്കൂളിൽ നിന്ന് കളിക്കണം എന്നും പറഞ്ഞ് അവൻ നിന്ന് കുറേ കളിച്ചു. അവിടെ ട്രീ ഒക്കെ അഴിക്കണമായിരുന്നല്ലോ, ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ. പിന്നെ മെറിഗോ റൗണ്ടിലൊക്കെ കയറി. പിന്നെ കുറേ പൈപ്പൊക്കെ അവൻ തുറന്നിട്ടു. സ്കൂളിൽ ഞങ്ങൾ എപ്പോഴും കൊണ്ടുവരാറില്ലല്ലോ, അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവന്. പിന്നെ അത് കഴിഞ്ഞ് മമ്മീൻ്റെ ആടെയും പോയപ്പോഴേക്ക് അവരുടെ കൂടെ പോകണമെന്നും പറഞ്ഞൊരു കരച്ചിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ബിഫോർ ദാറ്റ്